നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും പറഞ്ഞേ ഒന്ന് വീഡിയോ ഒരു ഉമ്മ എടുത്ത് എല്ലാവർക്കും. ഈ ഒരു മരത്തെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അണ്ണാനും ഉടനെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകും. ഈ ഒരു ലോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുഡ് ഇരിക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. മീനുകൾ എന്തെങ്കിലും ചത്തുപോയോ, നമ്മുടെ കിളിക്കൂടിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. ഞാനൊരു ബോക്സ് ഇതുണ്ടോ, ഞാൻ ഈ ആമസോണിൻ്റെ ബോക്സ് എല്ലാം ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. അതിന് മുമ്പ് ഈ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു നെറ്റ് ഉണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറിയേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കിളിക്കൂടിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനൽ നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു ഈ ഒരു മാസത്തിനിടയ്ക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്ന്. അതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് മുമ്പ് ഈ വല ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു മാസം കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കിളിക്കൂട്ടിൽ കുറേ അധികം കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഈ ഒരു മരം കണ്ടല്ലോ, ഇത് നോട്ടീസ് ചെയ്ത് വെച്ചോണേ. അതുപോലെ തന്നെ ഈ ഒരു മരം കണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചോണം. അതുപോലെ ഈ മരം, അതുപോലെ തന്നെ ഈ ഒരു 2 മരം കൂടെ കേട്ടോ. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ ഒരു കിളിക്കൂട് കാണിച്ചായിരുന്നു. ഇത് ആരുടെ കൂടാതെ മാത്രം നമ്മൾ അന്ന് പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് അന്ന് ഗസ് ചെയ്തായിരുന്നു കേട്ടോ. 99% ആൾക്കാരും ഗസ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. ഇത് നമ്മുടെ ഒരാളുടെ കൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഈ ഒരു കൂടിന് കുറേ പ്രത്യേകതകളുണ്ട്. കുറേ പ്രത്യേകത വെച്ചാൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല, എന്നാലും നമ്മളിത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു നെറ്റ് അങ്ങ് മാറ്റുവാണേ. നിങ്ങൾ ആളെ കണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ആളെ കാണിച്ചു തരട്ടെ. ഹലോ, ഇതാരാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ഉറങ്ങിയിരിക്കുമായിരുന്നോ എടി? നീ ഉറങ്ങിയിരിക്കുമായിരുന്നോ എടി? പുള്ളിക്കാരിക്ക് ക്യാമറ കണ്ട് വലിയ പരിചയമില്ല കേട്ടോ, എന്നെയും വലിയ പരിചയമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മേടിച്ചതിൻ്റെ പിറ്റേ ദിവസം UK പോയി. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്നെ ആയിട്ട് യാതൊരു കമ്പനിയില്ല. പപ്പയാണ് ഏറ്റവും കൂടുതൽ കമ്പനി കേട്ടോ. ഇവളുടെ കൂടിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞാനത് പറയുന്നതിന് മുമ്പ് പുള്ളിക്കാരി എൻ്റെ കൂട്ടത്തിൽ വരുമെന്ന് നോക്കാവേ. ബാടി, ഞാൻ ഡോറ് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മാറിയിരിക്കും. പുള്ളിക്കാരി എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് കേട്ടോ. എന്നെ കണ്ട അത്രയും പരിചയമില്ല. ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവാണ്. ഇനി പപ്പ എങ്ങാനും ആണെന്ന് ഓർത്ത് പുള്ളിക്കാരി വന്നാലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ എൻ്റെ ദേഹത്ത് കയറി പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുവാണ്. പുള്ളിക്കാരിക്ക് എന്നാലും അത്ര കംഫർട്ടബിൾ അല്ല. നമ്മൾ ഇത് കണ്ടോ, കയറി ഇവിടേക്ക് ഇരിക്കുക. എന്നാ അടിയാണ് നീ ഇങ്ങനെ നോക്കുന്നത്? നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും എല്ലായിടത്തും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും. എന്നെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതാണേ എടി. ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇത് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്നു, ഇവൾക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് വീഡിയോ എടുത്ത് വലിയ പരിചയമില്ലോ. നേരെ തിരിച്ച് തൊമ്മന പോക്കുവാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. കാര്യം അവർ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നതാണല്ലോ. ഇതുണ്ട്, കയറി പോവാം. എങ്ങോട്ടാണ് കയറി പോകുന്നത്? നമ്മുടെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും പറഞ്ഞേ. ഒന്ന് വീഡിയോ ഒരു ഉമ്മ എടുത്ത് എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പണി ചെയ്യാൻ വേണ്ടി ഇവിടെ ഇനി ദേഹത്തുനിന്ന് പോകത്തില്ല കേട്ടോ. കാരണം ഇവൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ദേഹത്തിരിക്കാനായിട്ടാണ്. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ കൈ താത്തി കൊടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ക്യാമറ കടിക്കാൻ വേണ്ടി വരുന്ന അല്ല, വേറെ ഒന്നുമല്ല. അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി പോവാണോ? എന്നാ ക്യാമറ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇവിടുന്ന് പോയപ്പോഴേക്കും വളരെ ബേബി ആയിരുന്നല്ലോ. ഇപ്പോൾ ക്യാമറ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ അകത്ത് കയറ്റി വെച്ചോട്ടെ. ഇവിടെ ഇരുന്നോ കേട്ടോ. ഞാൻ ഇവിടെ കൂടിൻ്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളൊരു ഓപ്പൺ സ്ഥലത്താണ് ഈ ഒരു കൂട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടടിക്കാതിരിക്കാനായിട്ട് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒട്ടും ചൂടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ അവിടെ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെയിലടിക്കുമ്പോഴേക്കും ഇവിടെ ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റ് മാറ്റിയിട്ട് ഈ ഒരു മരം കണ്ടോ, ഇതുപോലത്തെ കുറേ മരം മേടിച്ചതിൻ്റെ സൈഡിൽ കൂടെ വെക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരത്തിൽ നിന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നത്, നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതെ, ഈ ഒരു മരത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് വെക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഇവിടെ ഫുഡ് വെക്കാനായിട്ട് ഡോറ് തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് കണ്ടോണേ, ഇത് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ഒരു ലോക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് കണ്ടോണേ, ഈ ഒരു ലോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുഡ് ഇരിക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ മാറ്റിയിട്ട് കൂട് തുറക്കാതെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കുളത്തിലെ വെള്ളം ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ ബോളുകൾ ഇട്ടിരിക്കുന്നത്. ഏകദേശം 2000-2500 മേളിൽ ബോളുകളുണ്ട് കേട്ടോ ഈ ഒരു കുളത്തിൽ. പക്ഷേ നമ്മുടെ വീഡിയോസിൻ്റെ ആൾ നമ്മൾ കമൻറ്റ് കണ്ടു, ഈ ഒരു ബോൾ കുളത്തിൽ നിന്ന് മാറ്റണം, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ഈ ഒരു ബോൾ മാറ്റാൻ വേണ്ടി പോവാണ്. പക്ഷേ ഈ ഒരു ബോൾ ഇട്ടുകൊണ്ട് ഗുണം ഉണ്ടായോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ ഇത് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇട്ട പോലെയല്ല കേട്ടോ, എടുക്കാൻ നല്ല പാടാണ്. ഇടാനായിട്ട് 2 മിനിറ്റ് മതിയായിരുന്നു, എടുക്കാനാണെങ്കിൽ ഇപ്പം തന്നെ അരമണിക്കൂറായി. സോ മോറൽ ഓഫ് ദി സ്റ്റോറി, നമ്മൾ പുഴയിലൊക്കെ ഓരോന്നൊക്കെ വലിച്ചെറിയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അത് തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എത്ര വിചാരിച്ചാലും നടക്കത്തില്ല. ഇതിപ്പോൾ നമ്മുടെ കുളമായതുകൊണ്ട് 1-2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊരു പുഴയിലാണ് കുറച്ച് കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്നെങ്കിൽ, സോ നമ്മളാരും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിലുണ്ടല്ലോ ഇതിനകത്ത് ബോളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ക്ലിയർ ആയോ ഇല്ലയോ എന്നല്ലേ. അപ്പോൾ അതിന് നമുക്ക് മീനിൻ്റെ തീറ്റ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ മീനിൻ്റെ തീറ്റ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിടി തീറ്റ ഇങ്ങ് എടുക്കുവാണ്. അതിനുശേഷം ഇവിടെ ഒരു ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ഇച്ചിരി വെയിൽ കുറഞ്ഞു പോയി. ഇതുണ്ടോ, ഞാൻ കുറച്ച് തീറ്റ ഇങ്ങോട്ട് ഇടുവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കുളത്തിലെ വെള്ളം ക്ലിയർ ആയോ അല്ലയോ എന്ന്. ഞാൻ നമ്മുടെ പാലത്തിലോട്ട് കയറി നിൽക്കാവേ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൻ്റെ ആഴം കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു സെൻറ്ററിൽ കുറച്ച് തീറ്റ ഇടുവാണ് കേട്ടോ. ഇത് നമ്മുടെ ഓസ്കാർ വന്നിരിക്കുന്നതിക്ക് ഇതുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വലയിട്ട് ഇളക്കിയപ്പോഴേക്കും കുറേ പൊടിയൊക്കെ ഇളകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഇതുണ്ട്, നമുക്ക് ഗൗരേനൊക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഷാർക്ക് പോകുന്നുണ്ടോ. ശരിക്കും നമുക്കൊരു 4 അടി താഴ്ചയിൽ വരെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അത്രയും താഴെ കൂടെ പോകുന്ന മീനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഇനിയുണ്ടല്ലോ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുവാണ്. ഞാൻ സാധാരണ എപ്പോഴും ഹാൻഡ് ഫീഡ് ചെയ്യുന്ന നിങ്ങൾ കാണുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോ വെച്ചിട്ട് എൻ്റെ ഈ വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. ഇതുണ്ടോ, നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. മീനുകൾ എന്തെങ്കിലും ചത്തുപോയോ, കാര്യം നമുക്ക് ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു നമ്മളിങ്ങനെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനുകൾ ചത്തുപോകും, അതിലെ കളറ് ഇളകിയിട്ടെന്ന്. എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ കുളത്തിൽ ഒരു മീൻ പോലും ചത്തുപോയിട്ടില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ വെള്ളം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തമ്മയിൽ കണ്ട കാര്യമല്ലേ, നിങ്ങൾ വിചാരിക്കും നമ്മൾ ചുമ്മാ ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടി ഇട്ടായിരിക്കുമെന്ന്. ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടി ഇട്ടതല്ല കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങളുടെ എണ്ണം കാണുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ. ഇത് കണ്ടോ, മണിയ ഇരിക്കുന്നുണ്ടോ. മണിയ 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 ഇനി വന്നേ, ഇനി വന്നേ, ഇനി വന്നേ, ഇനി വന്നേടാ. ഇത് മണിയൻ്റെ കൂടാണ് കേട്ടോ. ഇതുണ്ടോ, പുള്ളി കൂടിനകത്ത് കയറി പോയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കരച്ചിൽ കേട്ടില്ലേ, അത് മണിയൻ്റെ പെയറാണ് കേട്ടോ. അപ്പോൾ അവരിപ്പം ആക്ച്വലി ഒരു പെയറാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മണിയൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ ഷുഗർ ഗ്ലൈഡറിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ ഗ്ലൈഡറിൻ്റെ വില ഇപ്പോൾ അറിയാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ എത്ര രൂപയാവുമെന്ന്. നമ്മളിവൻ അവനകത്ത് കയറിയിട്ട് തിരിച്ച് നോക്കുവാണേ, ഞാൻ പോയല്ലോ എന്നേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പകൽ ഒട്ടും ആക്റ്റീവ് അല്ല കേട്ടോ, രാത്രിയിലാണ് ഇവർ ആക്റ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. ഇതുണ്ടോ, നമ്മുടെ ഈ ഒരു കിളിക്കൂട്ടിൽ ജാവയുടെ കൂട്ടിൽ ഇപ്പോൾ 4 മുട്ടയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മുട്ടയുണ്ട്. ഈ ഒരു കൂട്ടിലൊക്കെ മുട്ടയുണ്ട് കേട്ടോ. ഏതൊക്കെ കൂടാന്ന് പോലും നമുക്കറിയത്തില്ല. ഈ ഒരു കൂട്ടിൽ കുഞ്ഞിരിപ്പുണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ജാവയുടെ ഈ ഒരു കൂട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. കയറുന്നില്ല, ഞാൻ ജസ്റ്റ് ക്യാമറ കാണിക്കുന്നത് കണ്ടോ. നിങ്ങളൊരു കുഞ്ഞിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഈ കൂട്ടിൽ 4 കുഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ജാവയുടെ കൂട്ടിലും കുഞ്ഞുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇത് നമ്മുടെ ഡയമണ്ട് ഡാവിൻ്റെ ഇപ്പോൾ കുഞ്ഞുണ്ടായിട്ടിരിക്കുന്നൊരു പെയറാണ് കേട്ടോ. അതായത് നിങ്ങൾ ആയിരിക്കുന്ന വെള്ളം ഇതന്നെ കണ്ടോ, അതൊരു കുഞ്ഞാണ്. അത് ഫുള്ളി അഡൽട്ട് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ അവനെ അഴിച്ചു വിടാഞ്ഞത്. അതുപോലെ തന്നെ ആ ഒരു നടക്കുന്നതും കുഞ്ഞാണ് കേട്ടോ. ഇവർ രണ്ടുമാണ് പേരൻസ്. ഇത് കണ്ടോ, കുഞ്ഞിങ്ങ് ഇറങ്ങിയില്ല, അതിന് മുമ്പ് തന്നെ ഇവർ അടുത്ത മുട്ടയിട്ട് 2 മുട്ട ചെയ്ത് കിടക്കുന്നുണ്ടോ. അപ്പം ഡയമണ്ട് ഡാവിൻ്റെ ഒരു പേരിൻ്റെ വില നിങ്ങൾക്കറിയാം. അതിനുശേഷം ഈ ഒരു സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ അണ്ണാൻ എവിടെ, അണ്ണാൻ 2 കൂട്ടിനകത്താണ് കേട്ടോ. ഒരു വളരെ ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മുടെ അണ്ണാനും മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ണാനും ഉടനെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകും. അണ്ണാനും കുഞ്ഞുങ്ങളുണ്ടായാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാര്യം നമുക്ക് അതിന് നന്നായിട്ട് ഇണക്കിയെടുത്ത് വളർത്താനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഈ ഒരു മരത്തേലെ കൂട് കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ. ഈ ഒരു കൂടിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, ഇതുകൊണ്ട് മുട്ടയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഡയമണ്ട് ഡാവിൻ്റെ കൂടാണ്. ഞാൻ തൊട്ട് കഴിഞ്ഞാൽ കിളി പറന്നു പോകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മുട്ടയിട്ട് അടയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തും കുഞ്ഞുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത മരത്തേലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ മരത്തിനകത്ത് ഒരു കൂട്ടിരിക്കുന്നുണ്ടോ, ആ കൂട്ടിലും കുഞ്ഞുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല. ഇനി നിങ്ങൾ കേട്ടോണേ, ഞാൻ ഇങ്ങോട്ടേക്ക് ക്യാമറ കൊണ്ടുവരുവാണ്. ഇത് കണ്ടോ, ഈ മരത്തിനകത്ത് ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ക്യാമറ ഇങ്ങ് അടുപ്പിച്ച് കൊണ്ടുപോയില്ല. ആ ഒരു ഇരിക്കുന്ന കുഞ്ഞു സാധനത്തിനെ കണ്ടോ, അതും ഒരു കുഞ്ഞാണ്. അതിനകത്ത് ആക്ച്വലി 2 കുഞ്ഞുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള കുഞ്ഞിന് പ്രത്യേകതയുണ്ട്. ഈ ഒരു മരത്തിലുള്ള ആ ഒരു കൂട്ടിലെ കുഞ്ഞെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലോങ് ടൈലിൻ്റെ കുഞ്ഞാണ്. നമ്മുടെ കിളിക്കൂട്ടിൽ ആദ്യമായിട്ടാണ് ലോങ് ടൈൽ ബ്രീഡ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങിയാലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഞ്ചാണത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഒരു മരത്തിൽ നമുക്ക് 4ഓ 5ഓ കൂടുണ്ട്. അതായത് 3 കൂട്ടിൽ കുഞ്ഞുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മരത്തിലുണ്ടോ, ഈ മരത്തിലെല്ലാം നമുക്ക് കൂടുണ്ട്. ഇതുണ്ടോ, ഈ മരത്തിലും
ഇതിലെല്ലാത്തിനും നമുക്ക് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മരങ്ങൾ വെച്ച് ഒത്തിരി നന്നായി. കാരണം മരങ്ങൾ വെച്ചേ പിന്നെയാണ് നമ്മുടെ കിളിക്കൂടിൽ ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മരങ്ങളെ നല്ല അടിപൊളിയായിട്ട് സംരക്ഷിക്കണം. അപ്പോൾ അതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഇതിനെ നന്നായിട്ട് നനയ്ക്കും കേട്ടോ. ഇത് കണ്ടോണേ, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു കാര്യം കേൾപ്പിച്ചു തരാം. നമ്മൾ കൂടുകൾ ഫുള്ള് നനച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കയറി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ തണുപ്പാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കരച്ചിൽ കേൾക്കുന്നുണ്ടോണേ, ഞാൻ ജസ്റ്റ് മിണ്ടായിരിക്കാവേ. ആ കരച്ചിൽ കേട്ടല്ലോ, അത് മൊത്തം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ കിടന്ന് കരയുന്നത് കേട്ടോ. ഞാൻ ഒരാൾ എന്തേ വന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരാളിവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ, മിസ്റ്റർ കോക്കു. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ കോക്കു. ഞാൻ ഈ പണി ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പുറത്ത് വന്നിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. എന്തിനാണ് ഇവനെ വന്നിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. കാര്യം പുള്ളിക്ക് മരത്തേലും കമ്പയിലും അവിടേക്ക് ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇരുന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അതായത് ഇങ്ങനെ കിടക്കുന്നതാണോ നല്ലത്, അതോ ഇങ്ങനെ കല്ലുകൾ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് മണ്ണും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും സെറ്റാകും. അതിനുശേഷം നമ്മൾ 2 പ്രാവശ്യം നനച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് നാച്ചുറൽ ലുക്ക് വരും. ഈ കല്ല് വെക്കും, ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഇവിടെ കിടന്ന് കല്ല് പെറുക്കി വെച്ചാണ് കേട്ടോ. പക്ഷേ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കല്ല് കിട്ടും. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. രണ്ടും നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് അതനുസരിച്ച് ചെയ്യാം. കോക്കുന് ഇഷ്ടപ്പെട്ട കോക്കു ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അവസാനത്തെ വീഡിയോയ്ക്ക് അത് അവിടെ ഒരു ടാങ്ക് ഇരിക്കുന്നത് കാണിച്ചായിരുന്നു. അതിനകത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കയറിയിട്ട് ഈ ഡോർ അടയ്ക്കണം. ഇനിയിപ്പോൾ ഈ ബോളെല്ലാം പെറുക്കിയിടുക എന്ന് പറയുന്നത് നല്ലൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ഒരു ടാങ്കിനകത്ത് എന്താണ് സാധനം ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നൊരു അരിപ്പ എടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതിൻ്റെ നെറ്റങ്ങ് മാറ്റാവേ. ഞാൻ ജസ്റ്റ് ഒന്ന് കോരാൻ വേണ്ടി പോകണം കേട്ടോ. ഒന്നിനെ കിട്ടിയില്ല. നത്തിങ്. ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരേ കിട്ടത്തില്ല. നമുക്ക് വേറെ നെറ്റ് വേണം. അപ്പോൾ ഞാൻ വേറൊരു വല എടുത്തുകൊണ്ട് ഇതുണ്ടോ ചാടുന്നുണ്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഈ ഒരു സാധനം വെച്ച് കോരിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. വെറൈറ്റി സാധനമൊന്നുമല്ല, ഇതൊരു ഫുഡ് പ്രൊഡക്ഷൻ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒന്നിനും കിട്ടുന്നില്ല. ഇപ്രാവശ്യം കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, ഇതിനകത്ത് ഒരു കല്ലടേനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ നമ്മുടെ ഇന്നത്തേക്ക് ഇടുവാണ് കേട്ടോ. നമ്മൾ കിട്ടിയ ഒരെണ്ണത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. അതിന് മൊത്തം ഒരു 50-60 മേളിൽ കല്ലടയുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ, നമ്മുടെ അരാപ്പയ്മ ഇവിടെ എവിടെയെങ്കിലും പൊങ്ങി നിൽപ്പുണ്ടായിരിക്കും. പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ആക്ടിവിറ്റി. ഇപ്പോൾ പുള്ളി നമ്മളുമായിട്ട് വളരെ ഇണങ്ങി കേട്ടോ. ഇത് കണ്ടോണേ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പുള്ളി നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. തെറിപ്പിക്കണേ. ഓ കണ്ടല്ലോ, ഇതുപോലെയാണ് പുള്ളിയുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ കല്ലട തെറിച്ച് പോയിട്ടുണ്ട്. ഞാൻ അതിനാണ് ഇതിനകത്ത് വെച്ച് കൊടുത്തത്. കാരണം അതിനകത്ത് വെച്ച് കഴിയുമ്പോഴേക്കും എന്താണ് മീനെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ആളെ പറ്റിക്കുന്നില്ല, ആൾക്ക് നമ്മൾ കൊടുക്കുവാണ് കേട്ടോ. ഞാൻ ഇത്രയും പൊക്കി വെക്കുവാണെങ്കിൽ ആക്ച്വലി പുള്ളി ചാടി വന്ന് കിട്ടും. ഓ, അതാ മീൻ്റെ ദേഹത്തിരുന്ന ഇലയാണ് താഴെ പോയത്. ഓക്കെ, കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് പുള്ളി കഴിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തു, നമുക്ക് ഒരെണ്ണത്തിനായിട്ട് പിടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ നെറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം കുറേ ഉണ്ട്, 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 എണ്ണത്തിനെയും കൂടെ കൊടുക്കാൻ വേണ്ടി പോവാണ്. പുള്ളി ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ 4, 5, 6 എണ്ണമൊക്കെ പുള്ളി കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത്തേനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ജീവനുള്ള മീനുകളെ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആറ്റിലാണെങ്കിലും വലിയ മീനുകൾ ചെറിയ മീനുകളാണ് പിടിച്ചിരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലും വീട്ടിൽ ചിക്കനും മട്ടനും ബീഫും ഒക്കെ മേടിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് മീനുകളും. ഓക്കെ, നമുക്ക് നോക്കാം പുള്ളി എവിടെയാണ്. അയ്യോ എൻ്റെ പൊന്നു, ഞാൻ ഒരു നിമിഷം താമസിച്ചാലും എൻ്റെ കൈ പോയതിനിപ്പോൾ. ഓഫ്, കണ്ടല്ലോ അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഉണ്ടല്ലോ സ്ലോ മോഷനിൽ കൊടുത്ത് നോക്കാം.
നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലോ മോഷൻ അല്ലാതെ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. കാര്യം നമ്മൾ എങ്ങനെയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും പുള്ളി എന്താ ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ പോയെന്ന് നമുക്ക് തോന്നും. ഓ മൈ ഗോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ അരാപ്പയ്മയുടെ സ്റ്റേജ്. പുള്ളി നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു മീനിനെ കൂടെ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അലിഗേറ്റർ ഗാറല്ല, അതിനേക്കാളും എക്സോട്ടിക് ആയിട്ടുള്ള വേറൊരു മീനെ പിടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അതല്ലേ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് 1 മാസത്തിന് ശേഷമുള്ള നമ്മുടെ കിളിക്കൂടിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെവൻ സിറിയക്ക്. ബാക്കി എല്ലാവരും പുറകിലുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർ ആക്ച്വലി വീട്ടിനകത്തുണ്ട്. ഗ്രൂപ്പ് ഞാൻ കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവാണേ. ഇനി പപ്പ എങ്ങാനും ആണെന്ന് ഓർത്ത് പുള്ളിക്കാരി വന്നാലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഹലോ ടെസ്റ്റിംഗ്. ഹലോ ടെസ്റ്റിംഗ്. നീയാണോ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്? കൊണ്ടുവച്ചിട്ടുണ്ട് ആമസോണിൻ്റെ ബോക്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഹലോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അന്ന് നമ്മുടെ ലാസ്റ്റത്തെ വീട് ഈ 2 കിളികളെ നിങ്ങൾ കണ്ടല്ലോ. ഫിഞ്ചസിൻ്റെ ചുണ്ട് കറുത്തിരിക്കുന്നുണ്ടോ? അപ്പം ആ 2 കിളികളും കുഞ്ഞുങ്ങളാണ് കേട്ടോ. എൻ്റെ പേര് സെവൻ സിറിയക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്.